വിശ്വാസികളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഇദാ ഉളിഅത്തിൽ ജനാസ, മയ്യിത്ത് കുളിപ്പിച്ച് ആ മയ്യിത്തിനെ കഫം ചെയ്തു വെച്ച് ആ രൂപത്തിൽ ആ മയ്യിത്തിന് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ വഹ്തമല റിജാലു അലാ അഗ്നാഖിഹിം, ആളുകൾ ആ മയ്യിത്തിനെ തന്റെ തോളിൽ വഹിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കാര്യം പറഞ്ഞത് വിശ്വാസികൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാനിരിക്കുന്ന യാഥാർത്ഥ്യമാണ് പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്തിനെ നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ. ഫഇൻ കാനത് സ്വാലിഹ, ആ മരിച്ചു കിടക്കുന്ന വ്യക്തി, ആ മയ്യത്തൊരു നല്ല വ്യക്തിയാണെങ്കിൽ, ഫഖാലത് ഖദ്ദിമൂനി ഖദ്ദിമൂനി, ആ മയ്യത്തൊരു നല്ല മയ്യത്താണെങ്കിൽ അവൻ പറഞ്ഞു പോകുമെന്നാണ്, നിങ്ങൾ എന്നെ വേഗം കൊണ്ടുപോകൂ, വേഗം കൊണ്ടുപോകൂ എന്നാണ്. സഹോദരങ്ങളെ, മരിക്കുന്ന സന്ദർഭങ്ങളിലൂടെ ആർക്ക് കാണാൻ കഴിയില്ലെങ്കിലും അറിയാൻ കഴിയില്ലെങ്കിലും അവനവൻക്ക് കൃത്യമായി മലായിക്കത്തുകളുടെ വരവ് കാണുമ്പോൾ അറിയാൻ കഴിയുമെന്നാണ്. പിന്നെ നമുക്കത് ആരോടും പറയുവാനുള്ള സമയമില്ലല്ലോ, സന്ദർഭമില്ലല്ലോ. മനുഷ്യരായ നമ്മളൊക്കെ നിസ്സഹാരായിട്ട് പോകുന്ന സന്ദർഭമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പഠിപ്പിക്കുകയാണ്, ഒരു നല്ല വ്യക്തിയാണെങ്കിൽ അവങ്ങനെ പറയുന്നതാണ്, ഖദ്ദിമൂനി ഖദ്ദിമൂനി, പെട്ടെന്ന് കൊണ്ടുപോകുകയും എന്നെ വേഗം നിങ്ങൾ ധൃതിയിൽ നിങ്ങൾ കൊണ്ടുപോകുവീൻ. കാരണം അവൻക്ക് ബോധ്യമാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഖൈറാണ്, എനിക്ക് നന്മയാണ്, എനിക്ക് ഫളലാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം അവൻക്കുണ്ട്. എന്നാൽ ഒരു തെമ്മാടിയായ മനുഷ്യനാണോ, പരസ്യ ജീവിതമൊക്കെ നന്നാക്കി രഹസ്യ ജീവിതം ഏറ്റവും വലിയ താന്തോന്നിത്തരം കാണിച്ച, ഏറ്റവും തെമ്മാടിയായി ജീവിച്ച് മരണപ്പെട്ടു പോയ വ്യക്തിയാണോ, വഇൻ കാനത് ഗൈറു സ്വാലിഹ, ഒരു ചീത്ത വ്യക്തിയാണെങ്കിൽ അവൻ പറഞ്ഞു പോകും, യാ വൈലഹാ, എന്റെ നാശമേ, ഐന യദ്ഹബൂന ബിഹാ, എവിടേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് എന്നാണ്. അവൻക്ക് പോകാൻ കഴിയുമോ വിശ്വാസികളെ? ഇല്ലല്ലോ. കൃത്യമായ ബോധ്യം അവൻക്കുണ്ടല്ലോ, ഞാൻ പോയി കിടക്കാൻ പോകുന്ന അവസ്ഥകളിലൂടെ എനിക്ക് ലഭിക്കാനുള്ളത് എന്താണെന്ന് അവൻക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ടവൻ പറഞ്ഞു പോകുന്നത്, യാ വൈലഹാ ഐന യദ്ഹബൂന ബിഹാ, എവിടേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്നാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന്. നമ്മോടൊരാൾ ആരാണ് ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള മറുപടി വ്യത്യസ്തമായിരിക്കും, അല്ലെ? സാമ്പത്തികമായി വല്ലാതെ മുൻപന്തിയിലുള്ളവൻ, ഒരുപാട് സമ്പത്തുണ്ടാക്കുന്നവൻ, മക്കളെ ഒരുപാട് പഠിപ്പിച്ചവൻ എന്നൊക്കെ നമുക്ക് പറയാനുണ്ടാകും, അല്ലെ വിശ്വാസികളെ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളെ പഠിപ്പിച്ചതെന്തെന്നറിയുമോ? മൻ അമില ലിമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, അതാണ് ഏറ്റവും വലിയ ബുദ്ധി. ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ കൃത്യമായ ബോധ്യം, പടച്ചോനെ, ഈ ജീവിതം ഒരു താൽക്കാലികമായിട്ടുള്ള ജീവിതമാണ്, എനിക്ക് നിന്നിലേക്ക് മടങ്ങി വരാനുള്ളതാണ്. ആ ഒരു ചിന്തകളിലൂടെ ദുനിയാവിന്റെ ജീവിതത്തിലെ ഖൈറിലൂടെ കൊണ്ടുപോകുന്നവൻ. വിശ്വാസികളെ, പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് മനുഷ്യന്റെ അനുഭവം വിശദീകരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ നരകത്തിലെത്തുമായിരുന്നില്ലല്ലോ
എന്നവർ വിലപിച്ചുകൊണ്ട് പറയുന്ന അവസ്ഥകളാണ്. പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കണം. അപ്പൊ അതിൽ നമ്മളൊരു പാഠം ഉൾക്കൊള്ളണം. എന്താണ് വിശ്വാസികളെ? മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായി കൊണ്ടൊരുങ്ങണം. വിശ്വാസികളെ, നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരവസ്ഥ എന്തെന്നറിയുമോ? ആ മയ്യത്തിന്റെ ശബ്ദം എല്ലാ ആളുകളും കേൾക്കും. അതായത് മനുഷ്യർക്ക് കേൾക്കാൻ കഴിയൂല. മനുഷ്യരായിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കത് കേൾക്കാൻ സാധ്യമല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, യസ്മഉ സൗതഹാ കുല്ല ശൈഇൻ ഇല്ലൽ ഇൻസാൻ. മനുഷ്യരൊഴികെ ബാക്കിയുള്ള എല്ലാവരും ആ മയ്യത്തിന്റെ അട്ടഹാസമുണ്ടല്ലോ, ആ മയ്യത്തിന്റെ പ്രയാസമുണ്ടല്ലോ, അത് കേൾക്കാൻ കഴിയുമെന്നാണ്. പൊന്നുപ്പ, പൊന്നുമ്മ, പൊന്നു സഹോദരി, നീ ചിന്തിച്ചോ? നിന്റെ അടുത്തിരുന്നു കൊണ്ട് നിന്റെ മകന്റെ പ്രയാസം അത് കേൾക്കാൻ നിനക്ക് സാധ്യമല്ല, എനിക്ക് കേൾക്കാൻ സാധ്യമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും മൃഗാദി ജലാദി കടക്കുന്ന എല്ലാ ആളുകളും ആ മയ്യത്തിന്റെ അട്ടഹാസം പൂർണ്ണമായി കേൾക്കുമെന്നാണ്. അവരതൊക്കെ കേൾക്കും, പക്ഷെ മനുഷ്യന് കേൾക്കൂല. അതിലൊരു യുക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, വലൗ സമിഅഹു വസുഇഖ. ആ ശബ്ദമെങ്ങാനും അവൻ കേട്ടുകഴിഞ്ഞാൽ അവൻ ബോധം കെട്ട് വീഴുമെന്നാണ്. പിന്നെ ഒരാളും ഒരു മയ്യത്തിനും ഏറ്റി പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ടാവൂല എന്നാണ്. അത്ര വലിയ ഭീകരമായിട്ടുള്ള ശബ്ദം. ആരും വരൂല ഒരു മയ്യത്തിനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകാൻ. സഹോദരങ്ങളെ, അപകടകരമായിട്ടുള്ള രംഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കാതിരിക്കാൻ ആത്മാർത്ഥമായി നാളെ പരലോകത്തിനു വേണ്ടി നമ്മൾ ഒരുങ്ങുക. ദുനിയാവിലൂടെ ജീവിക്കുമ്പോ പരസ്പരം ആളുകളെ കണ്ടറിയുക, ഉള്ളവനില്ലാത്തവനെയും അങ്ങനെ പരസ്പരം കൊണ്ടും കൊടുത്തും സഹായിച്ചും നന്മകളിലൂടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ ധന്യമാക്കേണ്ടത്. പരലോകം അത് യാഥാർത്ഥ്യമാണ്, നരകവും സ്വർഗവും അത് യാഥാർത്ഥ്യമാണ്.